ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവരെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള എപ്പീഷ്യ പ്ലാന്റിനെ കുറിച്ചാണ് വീഡിയോ. അപ്പോൾ കുറച്ച് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുകയും കൂടാതെ അത് നട്ട് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയും കൂടിയൊക്കെ നമുക്ക് നോക്കാം. നല്ല വെൽവെറ്റി ആയിട്ടുള്ള ലീവ്സാണ് ഇതിൻ്റെ. നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ ലീഫ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അതേപോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ എപ്പീഷ്യ. പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലീവ്സിനും അതുപോലെ തന്നെ ഫ്ലവറിനും രണ്ടിനും ഒരുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പം ലീഫിൻ്റെ ഭംഗി നോക്കിയിട്ട് അതിൻ്റെ കളക്ഷൻ നോക്കാറുണ്ട്. ചിലരെന്ന് പറയുമ്പോൾ ഫ്ലവർ, പല കളറിലെ ഫ്ലവർ നോക്കിയിട്ടും പ്ലാന്റ് മേടിക്കാറുണ്ട്. ഈക്വലി ഇമ്പോർട്ടൻസ് ആണ് പ്ലാന്റിൻ്റെ ലീഫും അതുപോലെ തന്നെ ഫ്ലവറും. വെറൈറ്റി ഇപ്പം യെല്ലോ, ഇപ്പം ഈ ഒരു കളേഴ്സ് മാത്രമല്ല കേട്ടോ, യെല്ലോ ഉണ്ട്, വയലറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സ് നമ്മുടെ എപ്പീഷ്യ പ്ലാന്റിനകത്തുണ്ട്. പിന്നെ വർഷം മൊത്തം തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ എപ്പീഷ്യ. അപ്പം ഞാൻ ആദ്യം ഈ പ്ലാന്റിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ എൻ്റെ കയ്യിലുള്ള വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് ആണ്. അതിനകത്ത് ബ്രൗണും പിന്നെ അതുപോലെ ഗ്രീനും വരകളുള്ള ആ ഒരു ലീവ്സാണ് അതിൻ്റെ വരുന്നത്. പിന്നെ അതിൻ്റെ ഫ്ലവർ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക്, നല്ല റെഡ് കളറാണ്, പ്യുവർ റെഡ് കളറാണ്. എനിക്ക് നല്ല രസമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് ആദ്യത്തെ നമ്മുടെ പ്ലാന്റ്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ബ്രൗണ് പോലുള്ള ലീവ്സാണ്. എനിക്കൊന്ന് വെയിലത്ത് കൂടുതലായിട്ട് നമ്മൾ ഈ പ്ലാന്റ് കിടന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ലീവ്സിൻ്റെ നിറം ഒരു ലൈറ്റ് റോസ് പോലെ, ഈ ഫ്ലവറിൻ്റെ ഇതിൻ്റെ അകത്തെ ഫ്ലവറിൻ്റെ നിറം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പിങ്ക് വരുന്നതാണ്. അപ്പോൾ പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ അടിപൊളി തോരാത്ത മഴയായിരുന്നു. ആ മഴയിനകത്ത് കുറേയൊക്കെ പോയി. നല്ല പിങ്ക് കളറിലെ ഫ്ലവറാണ് ഇതിനകത്ത് കേട്ടോ. പിന്നെ ഈ നമ്മൾ ആദ്യം കണ്ട പ്ലാന്റ് തന്നെയാണ് ഞാൻ ഇതിനകത്തും വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ ചെറിയൊരു കലത്തിലാണത് വെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കലം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഞാനകത്തെടുത്ത് പെയിൻ്റൊക്കെ അടിച്ച് ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഡ്രെയിനേജ് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഇതുപോലെ പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പ്ലാന്റ് തന്നെ ചുമല പൂവാണ് കേട്ടോ, റെഡ് പൂവാണ്. നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് കണ്ടോ, കവർ ചെയ്ത് നിൽപ്പുണ്ട്. പിന്നെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രീനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണെന്ന് വെച്ചാൽ ആ ലീഫിൻ്റെ കളറാണ്. നല്ല ഗ്രീൻ ലീവ്സും അതുപോലെ തന്നെ അതിനകത്ത് സിൽവറായിട്ട് ആ ലീഫിനകത്ത് ചെറിയൊരു വര പോലെ മാത്രം സിൽവറിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട്, ചെറിയൊരു വര. അല്ലാതെ നല്ല ഗ്രീനാണ് ആ ലീവ്സ്. അതിൻ്റെയും ഇതുപോലത്തെ നല്ല റെഡ് ഫ്ലവറാണ്. ഈ സെയിം ഫ്ലവർ തന്നെയാണ് ഇതിനകത്തും. ലീവ്സിൻ്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതുപോലൊരു പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. നല്ല കവർ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഇത് ഒരു ഇതുപോലെ തന്നെ പിങ്ക് കണ്ടോ, ഈ സെയിം പ്ലാന്റ് ആണത്. ഈ ഒരു പിങ്ക് ഫ്ലവറാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അത് നല്ല ഗ്രീനും വരുന്നുണ്ട്. അതിനകത്ത് ആ ഗ്രീനിനകത്ത് നമ്മുടെ ഈ ഒരു ബ്രൗൺ ആ ഒരു ഷെയ്ഡ് ചെറുതായിട്ട് ഒന്ന് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കണ്ടോ. ഇതാണ് ഫ്ലവർ, നല്ല പിങ്ക് ഫ്ലവറാണ്. പിന്നെ അത് രണ്ട് ചട്ടിയിൽ ഞാൻ ഇതുപോലെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു വെറൈറ്റി തന്നെയാണ്. അത് കണ്ടോ, ഡബിളായിട്ടുള്ള ലീഫിനകത്ത് ഡബിൾ കോമ്പിനേഷൻ വരുന്നതാണ്. ഇത് നമ്മൾ ആ നേരത്തെ കണ്ട ഗ്രീന്, ഇതും നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ എൻ്റെ കയ്യിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വെച്ചിട്ടേ ഉള്ളൂ. ഇത് ഇതുപോലെ വളർന്നിറങ്ങിയിട്ടില്ല, ചെറിയ പൂ വരുന്നേ ഉള്ളൂ, ചെറിയൊരു മൊട്ട് വരുന്നതേ ഉള്ളൂ. പുതിയൊരു വെറൈറ്റിയാണ്. നല്ല പിങ്ക് കളറാണ് അതിൻ്റെ. പിങ്ക് നല്ല പോലെ വരുന്നൊരു ലീഫാണ് അതിനുള്ളത്. നല്ല ഭംഗിയുള്ള ലീഫാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളൊരു 5 വെറൈറ്റി മാത്രമേ ഉള്ളൂ എപ്പീഷ്യാസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ വളർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഹാങ്ങിങ് പോട്ടിനകത്ത് വേണമെങ്കിൽ വളർത്താം, അല്ല നിലത്ത് താഴെ വേണമെങ്കിൽ താഴെ വളർത്താം. ഇതുപോലെ പടർന്ന് താഴെ ഇങ്ങനെ ഒരുപാട് വരുന്നതാണ്. അപ്പോൾ ഇത്തിരി ഹൈറ്റിലിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് നല്ല വളർന്നോളൂ. ഇപ്പം നിലത്ത് ഒരു ചെടിച്ചട്ടിയിൽ വെച്ച് വെക്കുകയാണെങ്കിൽ അത്ര ഒരു ഭംഗിയാണ് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഇത്തിരി ഹൈറ്റിൽ നമുക്ക് വെക്കാം. അല്ലെങ്കിൽ ചെടിച്ചട്ടി ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് താഴെ നിലത്ത് മണ്ണിലും നേരിട്ട് നമുക്ക് ഇത് കുഴിച്ച് വെക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറഞ്ഞതൊരു 8-9 മണിക്കൂറെങ്കിലും നല്ല ബ്രൈറ്റ്
ബ്രൈറ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം നമ്മുടെ പ്ലാന്റ് വെക്കാം. അപ്പോൾ ഡയറക്റ്റ് ഒരുപാട് വെയിലടിക്കുന്ന ഭാഗത്ത് ഒരിക്കലും നമ്മുടെ പ്ലാന്റ് വെക്കരുത്. ഇൻഡയറക്റ്റ് ആയിട്ട് വെയിൽ കിട്ടുന്ന രീതിയിൽ എവിടെയെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഹാങ് ചെയ്തിടാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇൻഡോറായിട്ടും നമ്മുടെ പ്ലാന്റ് വെക്കാം. പക്ഷേ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ ഇതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ വേണം നമ്മളെ പ്ലാന്റ് വെക്കാൻ. അല്ലെങ്കിൽ ഫ്ലൂറസൻ ലൈറ്റൊക്കെ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ ഫ്ലൂറസൻ ലൈറ്റ്സൊക്കെ കാണും. അതൊരു കുറഞ്ഞതൊരു 12 മണിക്കൂറൊക്കെ ഓണാക്കി ഇടേണ്ടി വരും. ആ രീതിയിൽ വേണം നമ്മുടെ ഈ പ്ലാന്റ് വെക്കാൻ. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് പുറത്ത് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ എവിടെയെങ്കിലും നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നിടത്ത് ഹാങ് ചെയ്തിടാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽ വേണം നമ്മളെ പ്ലാന്റ് പോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചകിരിച്ചോറ് യൂസ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചകിരിച്ചോറ് ഇരുന്ന് കഴിഞ്ഞാൽ ഈർപ്പം കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നനവ് കൂടുതലായിട്ട് പിടിച്ച് നിന്ന് പ്ലാന്റ് അഴുകി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നില്ല. മണ്ണ് അതിന് ഈക്വലായിട്ട് മണലെടുക്കാറുണ്ട്. വെള്ളം അരിച്ച് പോകുന്ന രീതിയിലുള്ള മണ്ണാണ്, നല്ല ലൂസായിട്ടുള്ള മണ്ണാണെങ്കിൽ നിങ്ങൾക്ക് മണലെടുക്കേണ്ട കേട്ടോ. അപ്പോൾ മണ്ണ്, അതിൻ്റെ കൂടെ തന്നെ ചാണകപ്പൊടി, പിന്നെ കമ്പോസ്റ്റ്, ഇത് 3 ഇട്ടാണ് ഞാനിത് പോട്ട് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചാണകപ്പൊടി ഇല്ല എങ്കിൽ ആട്ടിൻ കാഷ്ടോ അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വെള്ളം കൊടുക്കുന്നതെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യം നമ്മുടെ എപ്പീഷ്യ പ്ലാന്റിനുണ്ട്. എന്ന് വെച്ചാൽ ചെറിയൊരു മോയ്സ്ചർ എപ്പോഴും മണ്ണിൽ നിലനിൽക്കണം. ഒരുപാട് വെള്ളം തങ്ങി നിൽക്കാമെന്നല്ല, മോയ്സ്ചർ എന്ന് വെച്ചാൽ ഒരു ഈർപ്പം, നമ്മൾ ഒരു തൊട്ട് നോക്കുമ്പോൾ ഒരു തണുപ്പ്, ആ ഒരു ഫീല് നമ്മളെ പ്ലാന്റിൽ നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരുപാട് ഡ്രൈ ആവരുത്, വരളുന്ന പോലെ നമ്മൾ പോട്ടിംഗ് മിക്സ് ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ പ്ലാന്റ് പെട്ടെന്ന് നശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പീഷ്യ പ്ലാന്റിന് കൊടുക്കുന്ന വളങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പച്ചച്ചാണകം തെളിയെടുത്തിട്ട് പച്ചച്ചാണകം കലക്കി വെച്ച് അതിൻ്റെ തെളിയെടുത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ഒന്ന് ശ്രദ്ധിക്കുക, മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഈ നൈട്രജൻ അടങ്ങിയ ഏതെങ്കിലും വളങ്ങളും 2 ആഴ്ച കൂടുമ്പോൾ ഫോസ്ഫറസ് അടങ്ങിയ ഏതെങ്കിലും ഒരു വളങ്ങളും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ട്രെയിലിംഗ് ആയിട്ടുള്ള പ്ലാന്റാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ വളർന്ന് ഇതുപോലെ ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തണ്ട് പോലെയാണ് വരുന്നത്. ഇതൊരു പുതിയ തൈയാണ്. ഇതെന്ന് പറയുമ്പോൾ പുതിയൊരു തൈയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ് വെക്കാം. അപ്പോൾ ഇത്രയും ചെറുതായിട്ട് വെക്കണമെന്നില്ല. ഇതുപോലെ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് വേറൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്ന പുതിയൊരു പ്ലാന്റ് ആവും കേട്ടോ. അപ്പോൾ അതുപോലെ ഇതിനകത്ത് ഇഷ്ടംപോലെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള റണ്ണേഴ്സാണ് നമ്മൾ ഇതിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പെറ്റൂണിയുടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് വരുന്ന പൂക്കൾ നമ്മൾ നുള്ളണ്ട, അല്ലാതെ തന്നെ ധാരാളം പൂക്കൾ വരുമെന്ന്. അപ്പോൾ അങ്ങനെ നുള്ളി കൊടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മുടെ എപ്പീഷ്യ പ്ലാന്റിന് ഫസ്റ്റ് നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ, ഇപ്പോൾ ഇത് കുറച്ച് നാളായതേ ഉള്ളൂ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഞാൻ വിരിയാൻ സമ്മതിച്ചില്ല അധികം പൂവ്. ആ പൂവ് വരും, സത്യം പറഞ്ഞാൽ പൂക്കൾ വരും. ഒന്ന് ഗ്രോത്ത് ആയി കഴിയുമ്പോൾ ഉടനെ പൂവ് വരുന്നതാണ്. അപ്പോൾ പൂവ് വരുന്ന സമയത്ത് ഞാനതങ്ങ് നുള്ളി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നുള്ളി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് പ്ലാന്റ് പെട്ടെന്ന് അങ്ങ് നല്ല രീതിയിൽ ഗ്രോത്തും വെക്കും. പിന്നെ നല്ല രീതിയിൽ ഫ്ലവറിങ് കൂടാനും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരുപാട് ഫ്ലവർ ആവുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.